നിർമ്മിച്ച വീടുകളിൽ വിള്ളൽ എന്നൊരു പരാതി ഇന്നലെ മന്ത്രി തന്നെ അവിടെ നേരിട്ട് പോയിരുന്നു. ഒരു പെൻസിൽ മാർക്കാണെന്നാണ് മന്ത്രി പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയനാട് എന്തൊരു കാപഢ്യമാണ്. എന്നാണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ വെള്ളമില്ല, കറണ്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നിപ്പോൾ പറയുന്നത്. ഉള്ളതിന് ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോർച്ച പരിശോധിക്കേണ്ട ആൾ മന്ത്രിയല്ല, മന്ത്രിയുടെ ജോലിയല്ല അത്. മന്ത്രി എൻ്റെ എക്സ്പേർട്ടാണ് ചോർച്ച പരിശോധിക്കാൻ. ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്, ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്. ആ ചോർച്ച പരിശോധിക്കണം. ഇപ്പോഴും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപഢ്യമായിരുന്ന ഉദ്ഘാടനം. പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എത്ര ദിവസമായി ഉദ്ഘാടനം നടത്തിയിട്ട്? ഉദ്ഘാടനം നടത്തിയത് തന്നെ കാപഢ്യമാണ്. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പോൾ ഒരാൾക്ക് പോലും അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ അപ്പോൾ ആരാണ് കളിപ്പിച്ചത്? ഞങ്ങളെക്കുറിച്ച് എന്താ ആക്ഷേപിച്ചത്? രാഹുൽ ഗാന്ധി കല്ലിട്ടതിൻ്റെ പിറ്റേ ദിവസം പണി തുടങ്ങിയില്ലാന്ന് അല്ലേ? അതല്ലേ ആക്ഷേപിച്ചത്. അപ്പോൾ ഇവർ ഉദ്ഘാടനം ചെയ്തെടുത്ത ആൾ താമസവും തുടങ്ങിയിട്ടില്ല. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി. എന്ത് നാടകമാണ്, എന്ത് നാടകമാണ്! മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ആ മന്ത്രിമാരാണോ? ഇപ്പോൾ പാലം വീണ പരിശോധിക്കുന്ന മന്ത്രിയാണോ? മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചുകെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. തെറ്റായ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതിൻ്റെ ഓരോന്നായിട്ട് പുറത്തു വരിക. അത് പുറത്തു വരും. ഇനിയുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ നിങ്ങളോട് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. നിയമസഭ സ്തംഭിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കാൻ പോകുന്നു. ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു. സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ അയ്യപ്പൻ്റെ സ്വർണം കവർന്നവർക്ക് ജാമ്യമോ എന്ന് ചോദിച്ച് പറഞ്ഞുകൂടി. ജാമ്യം ഒന്നും കൊടുത്തില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയിൽ സമ്മർദ്ദം ചെലുത്തി. അവിടെ പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് കിട്ടി. എല്ലാവരും പുറത്തിറങ്ങി. ഇനി ഒരു തെളിവും ബാക്കിയുള്ളത് ഉണ്ടാവില്ല. ഒരു തെളിവുമില്ലാതെ ഈ കേസ് അവസാനിക്കും എന്ന് നിയമസഭാ മന്ദിരത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞ ആളാണ്. അപ്പോൾ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? കോടതിക്കെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കോടതി വിധിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു മലയാളിയുടെ ഉത്കണ്ഠയാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ പങ്കുവച്ചത്. ഈ കേസ് എങ്ങും എത്താതെ അന്വേഷിക്കുകയാണ്. ED ഒന്നും നിങ്ങളെന്തേ പറയണത്? പിണറായി വിജയൻ്റെ സർക്കാരും CPM-ഉം ബന്ധപ്പെട്ട കേസിൽ ED എവിടെയെങ്കിലും അന്വേഷിക്കുക? ഏതെങ്കിലും കേസ് അന്വേഷിക്കുക? ഏത് കേസ് അന്വേഷിച്ചേക്കണേ? SIO അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലേ? ഒരു സീരിയസ് ഫ്രോഡ് SFI അല്ലേ? SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ, അവരന്വേഷിക്കുന്ന ആ കേസ് അവിടെ പോയി. പിന്നെ ED ഒരു സമൻസ് അയച്ചിട്ടുണ്ടായല്ലോ മുഖ്യമന്ത്രിയുടെ മകന്, അതെവിടെ പോയി? പിന്നെയാണ് ശബരിമല. ആർക്കാ സംശയം? ഇല്ല, ED എവിടെ പോയി? ഏത്? ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു കരുവന്നൂരിൽ പിടിമുറുക്കുന്നു ആര്? ED. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കെന്താ? അത് ED കരുവന്നൂരിലല്ല, CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ് പിടിമുറുക്കിയത്. അതായത് മര്യാദയ്ക്ക് BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചോളാൻ പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു CPM നേതാക്കളെല്ലാം കൂടി. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, പിടിയായില്ലേ കരുവന്നൂർ. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വെറുതെ ഷോ അല്ലേ ഇതൊക്കെ? ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല കേസിലും വയനാട് കേസിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു നുണയും പറഞ്ഞിട്ടില്ല. നുണ മുഴുവൻ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചത് CPM. അതൊന്നൊന്നായി പുറത്തു വരും.